നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം അത് അമേരിക്കയുടെ കടുംപിടുത്തത്തിൽ തുടരുകയാണ്. അതിനൊപ്പമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കെതിരെ പുതിയ തീരുവ യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ 10 മുതൽ 12% വരെ അധിക തീരുവ പ്രഖ്യാപിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം. ഇപ്പോൾ തന്നെ എല്ലാ ലോകരാജ്യങ്ങൾക്കും ട്രംപിൻ്റെ അമേരിക്കയുടെ 10% അധിക തീരുവയുണ്ട്. അതിൻ്റെ കാലാവധി ഈ മാസം 24 തീരുകയാണ്. അതിനുശേഷം ട്രംപ് ഈ തീരുവ പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമുണ്ട്. ഈ അന്വേഷണത്തിൽ ഈ രാജ്യങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട ചില കുറ്റങ്ങൾ തെളിഞ്ഞു എന്നൊക്കെ ആരോപിച്ചാണ്. അതിപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഫാക്ടറികളുടെ പ്രവർത്തനം, കയറ്റുമതി, തൊഴിൽ എന്നിവയിലെ വിവേചനം, ചൂഷണമൊക്കെ കണക്കാക്കിയാണ് അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. പക്ഷേ നേരത്തെ നമുക്കറിയാം, ഇത്തരം തീരുവ പ്രഖ്യാപിച്ചത് അമേരിക്കയിലെ കോടതികൾ തന്നെ വിലക്കിയ പശ്ചാത്തലം ട്രംപിന് തിരിച്ചടിയായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ചൈനയും യൂറോപ്യൻ യൂണിയനും ജപ്പാനും സിംഗപ്പൂരും സ്വിറ്റ്സർലൻഡും നോർവേയും ഇന്തോനേഷ്യയും മലേഷ്യയും കംബോഡിയയും ഒക്കെ ട്രംപിൻ്റെ ഈ പുതിയ കാര്യങ്ങൾക്ക് ഇരയാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസമാണ് തൊട്ട അയൽ രാജ്യമായ കാനഡയ്ക്കെതിരെ 50% പുതിയ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചത്. അതും കാനഡയുടെ പ്രസിഡന്റ് ഒപ്പമിരുന്ന് ഫുട്ബോൾ ലോക ഫൈനൽ കണ്ടതിന് ശേഷം തിരിച്ചു പോയപ്പോൾ ഉടൻ ട്രംപിൻ്റെ പ്രഖ്യാപനം ഉണ്ടായതൊക്കെ വളരെ വിചിത്രമായാണ് ലോകം ഇങ്ങനെ കണ്ടത്. ഇത് അമേരിക്കൻ പ്രസിഡന്റിന് ലോകവ്യാപകമായി അതൃപ്തി ഉളവാക്കാൻ, വെറുക്കപ്പെട്ടവനായി മാറാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അമേരിക്കയിൽ തന്നെ ട്രംപിനെതിരെ വലിയ വികാരം ഉയരുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ് എന്നുള്ള തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നു. അതുമാത്രമല്ല, അമേരിക്കയുടെ പുതിയ മുന്നറിയിപ്പ് മറ്റു രാജ്യങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാർക്ക് വരുന്നത് അവരൊന്നും സുരക്ഷിതരല്ല, ഏത് നിമിഷവും ആക്രമണത്തിന് വിധേയമാകുമെന്നുള്ളതാണ്. ഇതൊക്കെ വലിയ തോതിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നു. മറ്റൊരു കണക്ക്, പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അമേരിക്ക ചിലവഴിച്ചത് 4 ലക്ഷം കോടിയാണ് ഇതുവരെ എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അമേരിക്കയുടെ ചിലവ് 4 ലക്ഷം കോടി രൂപയോളം. US കോൺഗ്രസിൽ കണക്കുകൾ വെളിപ്പെടുത്തി ഡിഫൻസ് സെക്രട്ടറി. $87 ബില്യൺ കൂടി യുദ്ധത്തിനായി അനുവദിക്കണമെന്നും ആവശ്യം. ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ സൈനിക പരിശീലനം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. അധിക ഫണ്ട് ആവശ്യത്തെ എതിർത്ത് ഡെമോക്രാറ്റുകൾ. സമ്പത്തിൽ മാത്രമല്ല, കടത്തിലും അമേരിക്ക തന്നെ മുന്നിൽ. ഭീമൻ കടം 40 ലക്ഷം കോടി. GDP-യുടെ 125.8% കടം. ചൈനയും ജപ്പാനും തൊട്ടുപിന്നിൽ. ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകൾ പിക്സാക്സ് മൗണ്ടനിലേക്ക് മാറ്റി ഇറാൻ. അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് തകർക്കുമോ എന്ന് പേടി. ബോംബിങ്ങിൽ തകർന്ന ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ശ്രമം. ആണവശേഖരം ഒളിപ്പിച്ച പർവ്വത മേഖല ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. വിദേശത്ത് താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അപൂർവമായ ആഗോള ജാഗ്രതാ നിർദ്ദേശം നൽകി. വിദേശത്തുള്ള അമേരിക്കൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണം. പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. യാത്രാ തടസ്സങ്ങൾ നേരിടേണ്ടി വരാമെന്നും അധികൃതർ. ഡൽഹിയിൽ സമരം കടുപ്പിച്ച CJP. കേന്ദ്രത്തിന്റെ മറുപടി വൈകരുതെന്ന ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലെന്ന് BJP. സമരം അണിതയിപ്പിക്കാൻ കേന്ദ്ര ശ്രമം. മന്ത്രിമാർ സോനം വാങ്ചുക്കിനെ കണ്ടു. സമരവേദിയിലെത്താൻ മമതയടക്കമുള്ള നേതാക്കൾ. പാലയിൽ ഭരണം പിടിക്കാൻ കേരള കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് വിമതമായ രാഹുൽ ചെയർപേഴ്സണായേക്കും. വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരും കോൺഗ്രസിൽ നിന്ന് പുറത്ത്. നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം ഇന്ന് കണ്ണൂരിൽ. കേസിലെ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കും. MK റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷയിൽ തലശ്ശേരി കോടതി തീരുമാനവും നിർണായകം. വിവാദ വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരും. ഫീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മന്ത്രിസഭയിലേക്ക്. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ദേശാഭിമാനി വിവാദം, തെറ്റുതിരുത്തൽ നടപടികളും ചർച്ചയ്ക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളും യോഗത്തിൽ.
ഓപ്പറേഷൻ സിന്ദൂറിലെ പാക് വിജയകഥ കെട്ടിച്ചമച്ച ഇമ്രാന്റെ സഹോദരി. ഓപ്പറേഷൻ സിന്ദൂർ വിജയമായിരുന്നുവെന്നും നൗറീൻ നിയാസി ഉണ്ടാക്കിയതിന് ലക്ഷ്യം അസിം മുനീറിന്റെ പ്രതിച്ഛായ ഉയർത്തുകയായിരുന്നുവെന്നും ഇമ്രാന്റെ സഹോദരി. ബഹിരാകാശത്തും സാന്നിധ്യം അറിയിക്കാൻ റിലയൻസ്. ജിയോയുടെ വമ്പൻ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതി വരുന്നു. 1600 മുതൽ 1650 വരെ ഉപഗ്രഹങ്ങൾ വിന്യസിക്കും. ഇന്ത്യക്ക് മേൽ ഒരു കൂറ്റൻ ഉപഗ്രഹ ശൃംഖല തീർക്കും. പ്രാഥമിക സാങ്കേതിക അനുമതി നൽകി ഇന്ത്യൻ ബഹിരാകാശ അതോറിറ്റി. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ടെലികോം വിപ്ലവം ലക്ഷ്യം. അർജന്റീനയ്ക്കെതിരായ പോസ്റ്റിന് ലൈക്ക് അടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. ലൈക്ക് ഫൈനലിലേക്ക് അർജന്റീന എത്തിയത് ഫിഫയുടെ വഴിവിട്ട സഹായത്തോടെയാണെന്ന് ആരോപിക്കുന്ന വീഡിയോയ്ക്ക് വിവാദമായപ്പോൾ നീക്കം ചെയ്തു. ഇറാനുമായുള്ള സംഘർഷം, പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചിട്ട് ഏതാണ്ട് 6 മാസത്തേക്ക് അടുക്കുകയാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ ഈ യുദ്ധത്തിന്റെ ചിലവുമായി ബന്ധപ്പെട്ട് നിരവധി കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് അത് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നത് $3750 കോടി, ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയ്ക്കടുത്ത്. കൃത്യമായി പറഞ്ഞാൽ 3.61 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുക. ഡിഫൻസ് സെക്രട്ടറി കൂടിയായ പീറ്റ് ഹെക്സത്ത് US കോൺഗ്രസിലാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തിയത്. കൂടുതൽ തുക യുദ്ധത്തിനായി അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ മെയ് മാസത്തിന് ശേഷം $8 ബില്യൺ അധികം ചിലവായി. ഈ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക പരിശീലനം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയാണ്. പക്ഷേ ഇത് ഡെമോക്രാറ്റുകളുടെ വലിയ എതിർപ്പിന് കാരണമായി. റിപ്പബ്ലിക്കൻ സെനറ്റർമാരിൽ ചില ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പ് മുന്നോട്ട് വെച്ചു. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്ന ഒരു ചിലവിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അവരൊക്കെ വിലയിരുത്തിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പണം 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 എന്ന ആർത്തി. യുദ്ധം എങ്ങനെയെങ്കിലും വിജയിക്കണം, അതിന് കൂടുതൽ ആയുധങ്ങൾ വേണം, കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കണം, കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കണം, ഇതിനൊക്കെയുള്ള പണത്തിനായുള്ള ആർത്തിയിലാണ് ട്രംപ് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. അജയ് സുധാ ബിജുവായിരുന്നു. അജയ്, ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ നമ്മൾ ഡെസ്കിൽ നിന്ന് ചർച്ച ചെയ്തതാണ്. ഒരു ലോക രാജ്യത്തിൻ്റെ, അത്യാവശ്യം ഒരു വികസ്വര രാജ്യത്തിൻ്റെ അവരുടെ GDPക്ക് ആകുന്ന കണക്കുകളാണ്. എത്രയോ രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി മാറ്റാനുള്ള പൈസയാണ്. ഇതിപ്പോൾ ഇറാനിൽ ഒക്കെയായി പൊടിച്ചു കളയുകയാണ് ട്രംപ്. അമേരിക്കയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തിയുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും പല രാജ്യങ്ങളുടെയും മൊത്തം GDPയേക്കാൾ ഒരു വലിയ തുകയാണ്, അവരുടെ ഒരു വാർഷിക വരുമാനത്തിനേക്കാൾ ഇരട്ടി വരുന്ന തുകയാണ് അമേരിക്ക ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന് വേണ്ടി മാത്രം നിലവിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഇതിന് ട്രംപ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്, മുൻപ് വിയറ്റ്നാം യുദ്ധം എടുത്ത് നോക്കട്ടെ, ഇറാഖ് യുദ്ധം എടുത്ത് നോക്കട്ടെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള സൈനിക ഓപ്പറേഷൻ എടുത്ത് നോക്കട്ടെ, ഇതിലൊക്കെ ചെലവഴിച്ച തുകയേക്കാൾ വളരെ കുറവ് മാത്രമാണ് ഇറാനിലെ സൈനിക നടപടികൾക്ക് വേണ്ടി ചെലവഴിച്ചത്. മാത്രമല്ല, വെറും 18 അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. മറ്റ് എല്ലാ യുദ്ധങ്ങളിലും നിരവധി 100 കണക്കിന് സൈനികരുടെ ജീവൻ പൊലിയേണ്ടി വന്നു, 1000കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വെറും ഒരു ചെറിയ സംഖ്യയാണ് എന്നാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. പക്ഷേ ഇപ്പോൾ US സെനറ്റിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് US പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും ഏൽക്കേണ്ടി വന്നത്. പീറ്റ് ഹെക്സറ്റ് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് US കോൺഗ്രസിൽ ഇപ്പോൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മെയ്യിലാണ് അദ്ദേഹം ഇതിനു മുൻപേ US കോൺഗ്രസിലെത്തി സെനറ്റിന് മുൻപിൽ കണക്കുകൾ അവതരിപ്പിച്ചത്. അന്ന് പറഞ്ഞ തുകയേക്കാൾ ഇപ്പോൾ ഏതാണ്ട് $8 ബില്യൺ അധിക ചെലവാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തത്തിൽ ഇപ്പോഴുള്ള കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ $37.5 ബില്യൺ ചെലവാണ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് 3.6 ലക്ഷം കോടി രൂപയാണ് മൊത്തം ചെലവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ സംഖ്യ തന്നെയാണ്. അതുമാത്രമല്ല, പീറ്റ് ഹെക്സറ്റ് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി US പ്രതിരോധ വകുപ്പിന് $87 ബില്യൺ അധിക ബജറ്റ് അനുവദിക്കണമെന്നും ഈ US കോൺഗ്രസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 8 ലക്ഷം
കോടിയോടടുപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള തുക അതുകൂടി പ്രതിരോധ വകുപ്പിന് വേണമെന്നതാണ് പീറ്റ് ഹെഗ്സെറ്റിന്റെ ഒരു പുതിയ അവകാശവാദം. ഇതിൽ $67 ബില്യൺ ചെലവഴിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലായിരിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തുക തീർച്ചയായിട്ടും അനിവാര്യമാണ്. US-ലെ സൈനികർക്ക് ഇപ്പോൾ മറ്റ് ആനുകൂല്യങ്ങൾ നൽകാനാണെങ്കിലും കൂടുതൽ ആയുധ ശേഖരങ്ങൾ സംഭരിക്കുന്നതിനാണെങ്കിലും തീർച്ചയായിട്ടും ഈ തുക വേണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷേ ഇന്നലെ US സെനറ്റിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത പ്രതിഷേധം തന്നെ അതാണ് ഈ പീറ്റർ ഹെഗ്സെറ്റ് പറയുന്നത്. സൈനികരുടെ പരിശീലനം പോലും മുടങ്ങിപ്പോകുമെന്നാണ് ഈ പണം കിട്ടിയില്ലെങ്കിൽ. അത് മാത്രമല്ല, റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കിടയിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമുണ്ട്, എതിർപ്പുണ്ട്. വലിയ വിഭാഗമില്ല എങ്കിൽ പോലും ട്രംപിന്റെ പല നടപടികളെയും അത്തരത്തിൽ വിമർശിക്കപ്പെടുകയാണ് അമേരിക്കയിൽ വ്യാപകമായി. ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ട്. റിപ്പബ്ലിക്കൻസും ഇപ്പോൾ ഈ ചെലവുമായി ബന്ധപ്പെട്ട് ഈ ഭീമൻ കണക്കുകൾ കേട്ട് അമ്പരന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ സെനറ്റിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം വളരെയധികം പരസ്യമായിരുന്നു. പല അംഗങ്ങളും സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിനെതിരെ പ്ലക്കാർഡുകളും ബാനറുകളും വരെ ഉയർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് സ്റ്റോപ്പ് കില്ലിംഗ് ചിൽഡ്രൻ ഇൻ ഇറാൻ ആൻഡ് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ബാനറുകളാണ് പല അംഗങ്ങളും ഉയർത്തി പീറ്റ് ഹെഗ്സെറ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയടക്കം ചെയ്തത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വളരെ കടുത്ത എതിർപ്പ് തന്നെ ഇപ്പോൾ പുതുതായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള തുകയെ സംബന്ധിച്ചുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ, അതായത് ട്രംപിന്റെ പാളയത്തിലുള്ള പല അംഗങ്ങൾ തന്നെയും ഈ തുകയെപ്പറ്റി ആശങ്ക രേഖപ്പെടുത്തി എന്നുള്ളത് ഇതിൽ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ $67 ബില്യൺ പശ്ചിമേഷ്യയിൽ മാത്രം ചെലവഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മേഖലയിലേക്ക് മൊത്തത്തിൽ ഒരു സംഘർഷം ഇറാൻ അവകാശപ്പെടുന്നത് പോലെ വ്യാപിച്ചാൽ അതിനെ നേരിടാനുള്ള നടപടിക്രമങ്ങളായിരിക്കണം ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഗുരുതരമായിട്ടൊന്നും ഈ പ്രശ്നം ഇതുവരെ ബാധിച്ചിട്ടില്ല. എന്നാൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അതിലേക്ക് കൂടി ഒരു നോട്ടമിട്ടുകൊണ്ടാണ് ഈ തുക ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അതാണ് സാഹചര്യം. പക്ഷേ ഇതിനിടയിലും ഈ യുദ്ധച്ചെലവൊക്കെ ഇത്ര അധികം കുതിച്ചുയരുന്നുണ്ടായെങ്കിൽ അതിനിടയിലും ട്രംപിന്റെ യുദ്ധം തീരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇറാനിലെ തെക്കൻ തുറമുഖ നഗരങ്ങളിൽ US സൈന്യം തുടർച്ചയായി 11ാം ദിവസവും വലിയ ബോംബാക്രമണം നടത്തുകയാണ്. ഇന്നലെ ഒമാൻ തീരം വഴി ഹോർമുസ് കടലിൽ കടക്കാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കറുകൾ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നാവികർ ലൈഫ് ബോട്ടുകൾ രക്ഷപ്പെട്ടു. ഇറാൻ US നയതന്ത്ര പുനരാരംഭിക്കാനുള്ള മധ്യസ്ഥ നീക്കവും സജീവമായിട്ടുണ്ട്. ഇറാനിലെ ഷിറാസ്, ചവാഹർ, ഖുറാമാബാദ്, പടിഞ്ഞാറൻ അപ്നൻ എന്നീ തീരനഗരങ്ങളിലാണ് US ഇന്നലെ ബോംബിട്ടത്. പക്ഷേ കുവൈറ്റിന് നേരെ ഉള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തോട് കുവൈറ്റ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ തടഞ്ഞു. അത് സ്ഫോടനത്തിന് കാരണമായി എന്ന് പറയുന്നു. ബഹ്റൈനിലും ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച ആക്രമണം രാത്രി വൈകിയും തുടർന്നു എന്നുള്ള സൂചനകളൊക്കെയാണ് കുവൈറ്റും ജോർദാനും ബഹ്റിനും ഒക്കെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഒരു തരത്തിലുമുള്ള, അതിൽ മാത്രമല്ല ബഹ്റിനിലെ ആമസോൺ ഡേറ്റ ഹബ്ബ് ആക്രമിച്ചു എന്നുള്ള അവകാശവാദവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല UAE തീരത്തോട് ചേർന്ന് ഹോർമുസിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അടക്കമുണ്ട്. അങ്ങനെ ഒട്ടും സമാധാനപൂർണ്ണമല്ല പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ എന്നുള്ളതാണ് നിർണായകം. അമേരിക്കയുടെ ആക്രമണം ഇത് 11ാം ദിവസമാണ് അജയ്. ഈ 11ാം ദിവസമായിട്ടും ആക്രമണങ്ങൾക്ക് യാതൊരു അയവുമില്ല എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ പല മേഖലകൾ കേന്ദ്രീകരിച്ചും US-ന്റെ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്നുമുണ്ടായി. ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ കുവൈറ്റിലും ബഹ്റൈനിലേക്കും മിസൈൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അടക്കം സൂചിപ്പിക്കുന്നത്. ഈ 11ാം ദിവസത്തെ ആക്രമണം നിലവിൽ US അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ വേവ് ഓഫ് അറ്റാക്ക് ആയിട്ടാണ് US ഈ ആക്രമണം ആരംഭിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ 11ാം ദിവസത്തെ ആക്രമണം നിലവിൽ കഴിഞ്ഞ ദിവസം രാത്രി ആയിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ അത് പൂർത്തിയായിട്ടുള്ളതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് ഇറാനിലെ സൈനിക താവളങ്ങൾ, അതുപോലെ സമുദ്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക വിമാന ഹങ്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ സൈനിക ലോജിസ്റ്റിക് സംവിധാനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായിട്ട് തകർത്തു എന്ന് US-ന്റെ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. ഇറാന്റെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇറാന്റെ തെക്കൻ മേഖലകൾ, അതായത് ഹോർമുസ് കടലിടുക്ക് നിരീക്ഷിക്കുന്നതിന് ഇറാന് സഹായകരമായിട്ടുള്ള നഗരമേഖലകൾ കേന്ദ്രീകരിച്ച് US ആക്രമണം നടത്തി. അതുപോലെ ചബഹർ, കൊണാർക്ക് എന്നീ നഗരങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഇറാഖിലുള്ള തബ്രിസ് എന്ന നഗരത്തിൽ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ ബുസസ്താൻ എന്ന് പറയുന്ന പ്രവിശ്യയിലുള്ള 2 നഗരങ്ങൾ ബഹ്ബഹാൻ അതുപോലെ ഒമീദിയെ
എന്നീ നഗരങ്ങൾക്ക് സമീപവും നിരവധി സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ കൂടുതൽ വ്യാപകമാക്കും എന്നാണ് US-ന്റെ ഒരു മുന്നറിയിപ്പ്. ഈ ആക്രമണങ്ങൾ കടുത്തതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും കുതിച്ചുയർന്നിട്ടുണ്ട്. നിലവിലെ ക്രൂഡ് ഓയിൽ വില $91.51 എന്നുള്ള നിലയിലാണ്. തീർച്ചയായും അജയ് തുടരുക. ഇപ്പോൾ മറ്റൊരു രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടതാണ്. അത് ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകൾ ഇറാന്റെ പക്കൽ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് പിക്സാക്സ് മൗണ്ടനിലേക്ക് ഇറാൻ പൂർണ്ണമായി മാറ്റി എന്നുള്ളതാണ്. അതായത് ഈ അമേരിക്കയും ഇസ്രായേലും ഇത് ബോംബിട്ട് തകർക്കുമോ എന്ന പേടിയിലാണ് ഈ ആണവ സെൻട്രിഫ്യൂജുകൾ പിക്സാക്സ് മൗണ്ടനിലേക്ക് മാറ്റിയത്. പിക്സാക്സ് മൗണ്ടൻ നമുക്കറിയാം, ഏതാണ്ട് 300-400 മീറ്ററോളം താഴെ പർവ്വതനിരകൾ ആഴത്തിൽ കുഴിച്ച് പർവ്വതനിരകൾക്കുള്ളിൽ ഭൂഗർഭ മേഖലകളിലൊക്കെ ഇത്തരം സംവിധാനങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുകയാണ് ഇറാൻ. അതുമാത്രമല്ല, ഇറാന്റെ നിരവധി ആണവ കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ അമേരിക്കയും ഇറാനും ഇസ്രായേലും ആദ്യഘട്ടത്തിൽ ആക്രമിച്ച് ഇല്ലാതാക്കിയിരുന്നു. അതൊക്കെ പുനർനിർമ്മിക്കാനുള്ള ശ്രമവും ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. സാഗ്രോസ് പർവ്വത മേഖല ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി പറയുന്നതിന്റെ പിന്നിൽ ഇതാണ് കാര്യം. ഈ ഇറാന്റെ നഡാൻസ് ആണവ നിലയത്തിന് സമീപമുള്ള പിക്സാക്സ് മൗണ്ടൻ മലനിരകളിലെ തുരങ്കങ്ങളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ മാറ്റുകയാണ്. അവിടെ അത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ജൂണിലെ സംഘർഷങ്ങൾ തുടങ്ങിയതിന് ശേഷം 2025 ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം മാറ്റങ്ങൾ വന്നത് എന്നാണ് ഇസ്രായേലി ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയ സുരക്ഷിതമാണ്. അമേരിക്ക ആക്രമിക്കുമെന്ന് പറയുമ്പോഴും അത്ര പെട്ടെന്ന്, അത്ര എളുപ്പമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ കടന്ന് കയറാൻ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജയ് സുധാ ബിജു, ഈ പിക്സാക്സ് മൗണ്ടൻ എന്ന് പറയുമ്പോൾ വളരെ സുരക്ഷിതമായി ഇറാനെ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വികേന്ദ്രീകൃതമായാണ് ഇവരുടെ ആണവ സംവിധാനങ്ങളായാലും ആയുധങ്ങളായാലും മിസൈലുകളായാലും സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മേഖല മാത്രം ബോംബിട്ട് തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവർക്ക് മറ്റു മേഖലകളിൽ നിന്ന് ആക്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ആ പ്രദേശത്തിൻ്റെ ഇറാന്റെ ഭൂപ്രകൃതിയും. അത് വളരെ കൃത്യമായി ഉപയോഗിക്കുകയാണ് ഇറാൻ എന്നല്ലേ വ്യക്തമാകുന്നത്. രഞ്ജിത്ത്, ഇതിനു മുൻപേ കഴിഞ്ഞ വർഷം ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും കൂടി സംയുക്തമായിട്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. ഈ വർഷം ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിന് സമാനമായിരുന്നു ആ ആക്രമണവും. അന്ന് ഈ ആക്രമണങ്ങൾ പൂർത്തിയായതിനു ശേഷം US അവകാശപ്പെട്ടത് ഇറാന്റെ ദീർഘദൂര മിസൈൽ പദ്ധതികളും അതുപോലെ ആണവ പദ്ധതികളും പൂർണ്ണമായിട്ട് തകർത്തു എന്നാണ്. പക്ഷേ ഈ വർഷം അവർ ആക്രമണങ്ങൾ വീണ്ടും ആരംഭിക്കുകയുണ്ടായി. ഇതിനൊരു ന്യായീകരണമായിട്ട് US അന്ന് തന്നെ പറഞ്ഞിരുന്നത് ഇറാൻ അവരുടെ പദ്ധതികൾ പ്രധാനമായിട്ടും സംഭരിച്ചിരിക്കുന്നത് ഇപ്പോൾ പല പർവ്വത നിരകൾക്കിടയിലും അതുപോലെ തന്നെ പല അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഗുഹകൾക്കടിയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയെ തകർക്കുക എന്നുള്ളത് അത് ഒരു ചില്ലറ പണിയല്ല. വളരെയധികം പ്രയാസപ്പെട്ടാൽ മാത്രമേ ഇവ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനാകൂ എന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ന്യായീകരണമായിട്ടുണ്ടായിരുന്നത്. ഇറാന്റെ ഒരു അഡ്വാൻറ്റേജും അവരുടെ രാജ്യത്തുള്ള ഈ ഭൂപ്രകൃതി തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് കടന്നു കഴിഞ്ഞ് ഇറാനിലേക്ക് കയറുന്ന പ്രദേശം മുഴുവൻ ഇത്തരത്തിലുള്ള പല പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ ഈ പർവ്വത നിരകളെല്ലാം താണ്ടിയാൽ മാത്രമേ മറ്റ് പ്രധാന നഗരങ്ങളിലേക്ക്, ഇറാന്റെ വടക്കൻ മേഖലയിലുള്ള തലസ്ഥാന നഗരമായിട്ടുള്ള ടെഹറാൻ ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട മേഖലകളിലേക്കും ഇറാന്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള മേഖലകളിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഈ പർവ്വത നിരകളെ ക്രോസ് ചെയ്യണം. ഈ പർവ്വത നിരകൾക്കുള്ളിലാണ് ഇറാൻ തങ്ങളുടെ ആണവ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പല നിർണായകമായിട്ടുള്ള രേഖകളാണെങ്കിലും അതിൻ്റെ ഉപകരണങ്ങളാണെങ്കിലും സൂക്ഷിച്ചിട്ടുള്ളത്. ഇവ ട്രാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം തന്നെയാണ് നിലവിൽ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ബുഷഹർ ആണവ നിലയം ഉൾപ്പെടെ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ അവരുടെ നിർണായകമായിട്ടുള്ള ആണവായുധങ്ങൾ, അതുപോലെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള മറ്റ് സാമഗ്രികൾ, യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം, ഇവയെല്ലാം ഈ പിക്കാക്സ് എന്ന് പറയുന്ന പർവ്വതനിരകളിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഈ പർവ്വതനിരകളാണ് ഇപ്പോൾ തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് US ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഈ റിപ്പോർട്ട് എടുത്തു കാണിച്ച് ട്രംപിനോട് ചോദിച്ചതാണ്, ഈ പിക്കാക്സ് പർവ്വതനിരകളിലേക്ക് ആക്രമണം നടത്തുമോ, ഇത്തരം സൈനിക നടപടികൾ US ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ടാണ് ട്രംപ് പറഞ്ഞത്, ഇറാനിൽ വ്യാപകമായിട്ട് തന്നെ ആക്രമണം നടത്താൻ US ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ
US-ന്റെ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ആയിരിക്കും ഈ പിക്കാക്സ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതികൾ മൊത്തത്തിൽ തുടച്ചു നീക്കുകയാണ് US-ന്റെ ലക്ഷ്യമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാന് നേരെ നടത്തിയ സൈനിക നടപടിക്കെതിരെ വലിയ ജനവികാരമാണ് അമേരിക്കയിൽ ഉയർന്നത് എന്നുള്ള സർവേ ഫലങ്ങൾ കൂടി പുറത്തു വരികയാണ്. മുമ്പ് വിയറ്റ്നാം ഇറാഖ് യുദ്ധങ്ങൾ ജനപ്രീതിയില്ലാതെ നിന്ന സമയത്തെ അവസ്ഥയ്ക്ക് സമാനമായ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ യുദ്ധമെന്നും സർവേ ഫലങ്ങൾ വ്യക്തമാക്കുകയാണ്. ഈ സർവേ ഫലങ്ങൾ അനുസരിച്ച് 61% അമേരിക്കക്കാരും സൈനിക നടപടി തെറ്റായി പോയി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ അജയ് പറഞ്ഞതുപോലെ സെനറ്റർമാർ പോലും ഈ വിഷയത്തിൽ വലിയ എതിർപ്പ് മുന്നോട്ട് വെച്ചു. സ്റ്റോപ്പ് കില്ലിംഗ് ചൈൽഡ് എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മാത്രമല്ല, യുദ്ധം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് 60% അമേരിക്കക്കാർ ഭയപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ട്രംപ് അധികാരമേറ്റ സമയത്തെ അപേക്ഷിച്ച് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമായതായി 40% ആളുകൾ വ്യക്തമാക്കുകയാണ്. ഇന്ധനവില വർദ്ധിച്ചതിനെ തുടർന്ന് യാത്രാ ചെലവുകളും വീട്ടുചെലവുകളും വെട്ടിച്ചുരുക്കുന്ന അടക്കമുള്ള മാറ്റങ്ങൾ വരുത്താൻ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു. അതുമാത്രമല്ല, ഭീകരാക്രമണ സാധ്യത, തങ്ങൾക്കെതിരെയുള്ള ഭീകരാക്രമണ സാധ്യത ഈ സംഘർഷം വലുതായി വർദ്ധിപ്പിച്ചുവെന്ന് 61% ആളുകൾ അഭിപ്രായപ്പെടുകയാണ്. അതായത് തങ്ങളുടെ സുരക്ഷിതത്വം പോലും ഈ ട്രംപിൻ്റെ ഭരണത്തിന് ശേഷം, ഈ യുദ്ധം ആരംഭിച്ച ശേഷം വെല്ലുവിളിയിലാണ് എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, സഖ്യരാഷ്ട്രങ്ങളുമായുള്ള ബന്ധം ദുർബലപ്പെടുത്തുമെന്ന് 56% ആളുകൾ വിശ്വസിക്കുകയാണ്. US ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഈ ആയുധശേഖരം വേഗത്തിൽ തീർന്നു പോകുന്നതിനെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആശങ്ക ഉയർത്തിയ പശ്ചാത്തലം ഇതിൽ പ്രധാനമാണ്. അത് മാത്രമല്ല, ട്രംപ് 2024 തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം മറ്റ് യുദ്ധങ്ങളിലൊന്നും തങ്ങൾ പങ്കാളികളാകില്ല, യുദ്ധമല്ല ലക്ഷ്യം, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ കടകം മറിഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റായിപ്പോയി എന്ന് 46% അമേരിക്കക്കാരും കരുതുകയാണ്. റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ വലിയൊരു വിഭാഗവും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു, സർവേ ഫലങ്ങളോട് യോജിക്കുന്നു. അത് മാത്രമല്ല, ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറ്റാൻ യുദ്ധത്തിന് കഴിയുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്ന വലിയ തോതിലുള്ള ആളുകളും ഉണ്ട്. അതായത് ട്രംപിനെതിരെ വ്യാപകമായ തരത്തിൽ അമേരിക്കയിൽ വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സമ്പത്തിൽ മാത്രമല്ല, കടത്തിലും അമേരിക്ക മുന്നിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യമായി അമേരിക്ക മാറുകയാണ്. തൊട്ടുപിന്നിൽ ചൈനയും ജപ്പാനുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയുടെ കടബാധ്യത വളരെ ഭീകരമാണ്. $40.7 ട്രില്യൺ. അത് ഈ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കണക്ക് കുറവാണെന്ന് വിചാരിക്കും. 40 ലക്ഷം കോടി രൂപ എന്ന് ആലോചിക്കണം. അമേരിക്കയുടെ കടബാധ്യതയാണ് 40 ലക്ഷം കോടി രൂപ. ചൈനയും ജപ്പാനുമൊക്കെ തൊട്ടു പിന്നിലുണ്ട് എങ്കിൽ പോലും രാജ്യത്തിൻ്റെ ആകെ കടത്തിൻ്റെ വലിപ്പം നോക്കിയാൽ, പക്ഷേ ആഭ്യന്തര ഉൽപ്പാദനവുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമാകുമെങ്കിൽ പോലും ആകെ കടത്തിൻ്റെ ഭാരം നോക്കിയാൽ അമേരിക്ക തന്നെയാണ് ഏറ്റവും മുന്നിലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം GDP അനുപാതം പരിശോധിക്കുമ്പോൾ ജപ്പാനാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന കടബാധ്യതയുള്ള രാജ്യം. ജപ്പാന്റെ GDPയുടെ 204.4% തോളം കടമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സിംഗപ്പൂർ, സുഡാൻ, ബഹ്റിൻ എന്നിവയും ഈ പട്ടികയിൽ മുൻനിരയിലുണ്ട്. അമേരിക്കയുടെ കടമാകട്ടെ GDPയുടെ 125.8%. യൂറോപ്പിൽ ഇറ്റലിയും ഗ്രീസും ഉയർന്ന കടബാധ്യതയുള്ള രാജ്യങ്ങളാണ്. ജർമ്മനി കടബാധ്യതയെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സാമ്പത്തിക കണക്കുകൾ അനുസരിച്ച് 2025 ലോകമെമ്പാടുമായി പ്രതിദിനം ശരാശരി 2680 ആളുകൾ പുതുതായി $10 ലക്ഷം ആസ്തിയുള്ള ആളുകളായി മാറുന്നു എന്നുള്ള ഒരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ അസാധാരണമായ ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്, ഇറാനുമായുള്ള യുദ്ധത്തിലെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപകമായതോടുകൂടി വിദേശത്ത് താമസിക്കുന്ന അമേരിക്കക്കാർക്ക് വലിയ തോതിലുള്ള മുന്നറിയിപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നു. അതായത് ആഗോള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് കോഷൻ അലേർട്ട് നൽകിയിരിക്കുകയാണ്. അതിന് പിന്നിൽ അവരുടെ വല്ലാത്തൊരു ഭീതിയുണ്ട്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് അമേരിക്ക നിരവധി രാജ്യങ്ങളെ, നിരവധി സംഘടനകളെ ശത്രുപക്ഷത്താക്കി എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകമെമ്പാടും വിവിധ രാജ്യങ്ങളിൽ താമസിക്കുന്ന അമേരിക്കക്കാർ ജാഗ്രത പാലിക്കണം. ഏത് നിമിഷവും തങ്ങൾക്ക് നേരെ ആക്രമണ സാധ്യത ഉണ്ടായേക്കാം. ഈ ആക്രമണ സാധ്യത ഉയർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നത്. ഈ നിർദ്ദേശത്തിൽ വിദേശത്തുള്ള അമേരിക്കൻ പൗരന്മാർ
പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലെയും US നയതന്ത്ര കാര്യാലയങ്ങൾ ആക്രമണ ലക്ഷ്യമാകാൻ സാധ്യതയുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ സംഘർഷം സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്രതീക്ഷിത ആക്രമണങ്ങളോ തിരിച്ചടികളോ ഉണ്ടാകാം. അത് കാരണം ഇറാൻ അനുകൂലമായ നിരവധി സായുധ ഗ്രൂപ്പുകൾ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ സ്ഥാപനങ്ങളെയും അമേരിക്കക്കാരെയും ലക്ഷ്യമിട്ടേക്കാം എന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അത് മാത്രമല്ല, സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ വ്യോമാതിർത്തികൾ അടച്ചാൽ വിമാന സർവീസുകൾ റദ്ദാക്കിയേക്കാം, യാത്രാ തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടായേക്കാം. അതൊക്കെ നേരിടേണ്ടി വരും എന്നും അമേരിക്കൻ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകളാണ് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്കൻ ഭരണകൂടം നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പാകിസ്ഥാനിൽ അവരുടെ വലിയ തോതിലുള്ള കഥകൾ അവർ കെട്ടിച്ചമച്ചിരുന്നു. അത് തങ്ങളുടെ വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും മറ്റുമാണ് ആ രാജ്യത്ത് അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ പാകിസ്ഥാന്റെ വിജയകഥ കെട്ടിച്ചമച്ചതാണ് എന്ന് തുറന്നു പറയുകയാണ് ഇമ്രാൻഖാൻ്റെ, ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ സഹോദരി. ഇമ്രാൻഖാൻ്റെ സഹോദരി പറയുന്നത്, ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലെ യഥാർത്ഥ സ്ഥിതിഗതികൾ മറച്ചുവെക്കാനായാണ് പാകിസ്ഥാൻ സൈന്യം ഈ വിജയകഥ കെട്ടിച്ചമച്ചത് എന്നാണ്. ഇമ്രാന്റെ സഹോദരി നൊറീൻ നിയാസിയുടെ വെളിപ്പെടുത്തലനുസരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നോറീൻ്റെ ഈ പരാമർശമുണ്ടായത്. ഇത് പാകിസ്ഥാനിലെമ്പാടും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പാകിസ്ഥാനിലെ ജനറൽമാരും ഭരണകൂടവും പുറത്തു പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യമുണ്ടായത്. ഈ സംഘർഷമൊക്കെ വഷളാക്കിയത് പാകിസ്ഥാനാണ്. പിന്നീട് ട്രംപ് ഇടപെട്ടതോടെയാണ് പാക് ഭരണകൂടം സംഘർഷത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് നോറീൻ പറയുന്നത്. ഇന്ത്യ കൂടുതൽ ശക്തമായി പ്രതികരിക്കാതിരുന്ന ഈ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കാൻ പോകുന്നതിനാലാണ് ഇന്ത്യ കടുത്ത സൈനിക നടപടി സ്വീകരിക്കാതിരുന്നതെന്നുമൊക്കെയാണ് നോറിൻ പറയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും പറയാതെ ഒരു അഭിമുഖത്തിലാണ് അവർ ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടി ഉണ്ടായത്. അതായത് പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിൻ്റെ പ്രതിച്ഛായ ഉയർത്തുക എന്നതായിരുന്നു പഹൽഗാം ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണ്. പിന്നീട് നമുക്കറിയാം, അസിം മുനീർ പാകിസ്ഥാനിലെ നിഷേധിക്കപ്പെടാനാവാത്ത ഒരു തലവനായി ഉയർന്നു വന്നു. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് അസിം മുനീർ ഉയർത്തപ്പെട്ടു. ഇതൊക്കെ നോറിൻ പറയുന്നതാണ്. ഈ പരാമർശങ്ങൾക്കെതിരെ പഞ്ചാബിൽ നിന്നുള്ള മന്ത്രിമാരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നോറിൻ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇവർക്കെതിരെ ചില അന്വേഷണങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ ചില വിശദീകരണങ്ങൾ പാക് ഏജൻസികൾ ചോദിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചത്. ഇവർ കഴിഞ്ഞ ദിവസം ഹാജരാകുകയും വിശദീകരണം നൽകുകയും ചെയ്തു. എഴുതി തയ്യാറാക്കിയ വിശദീകരണമാണ് നൽകിയത് എന്നാണ് ഇപ്പോൾ അവരുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ വ്യാപകമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. സൗദി അറേബ്യയുടെ ഊർജ്ജമന്ത്രി കൂടിയായ വ്യവസായ ദാവു സമ്പത്ത് മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസിനെ കണ്ട് ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെയാണ് റിയാദിൽ ഈ കൂടിക്കാഴ്ച നടന്നത്. സൗദി രാഷ്ട്രമന്ത്രിയും മന്ത്രിസഭാംഗവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഡോക്ടർ മുസായിദ് അൽ ഐബാദ് കൂടി ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ നിലവിലെ സഹകരണ പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപ്പര്യങ്ങൾ മുൻനിർത്തി സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ചയുണ്ടായി. പ്രാദേശിക ആഗോളതലങ്ങളിൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഊർജ്ജ വിതരണ ശൃംഖലയുടെ സ്ഥിരത നിലനിർത്തുന്നതിനുമായി ഇരു രാജ്യങ്ങളും സംയുക്തമായി സ്വീകരിക്കേണ്ട നടപടികളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ബഹിരാകാശത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് റിലയൻസ് ഗ്രൂപ്പ്. ജിയോയുടെ വമ്പൻ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പദ്ധതിയാണ് വരുന്നത്. നമുക്കറിയാം, ഇലോൺ മസ്കും ആമസോണും പോലെയുള്ള വമ്പന്മാർ ബഹിരാകാശത്ത് വലിയ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഇലോൺ മസ്കിൻ്റെ പ്രധാന ബിസിനസ് തന്നെ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ വലിയ സമ്പത്ത് ഇലോൺ മസ്കിന് കുമിഞ്ഞു കൊടുത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇവിടേക്കാണ് റിലയൻസിൻ്റെ ജിയോയുടെ വമ്പൻ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പദ്ധതി കടന്നു വരുന്നത്. ഇത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോഴും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത നിരവധി പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ പുതിയ പദ്ധതി നടപ്പിലാകുന്നതോടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇൻ്റർനെറ്റ് സംവിധാനം, ടെലികോം വിപ്ലവം അടക്കം ഒരുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതോടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി കമ്പനിക്കുണ്ട്. അതായത് ബഹിരാകാശ അധിഷ്ഠിത സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പദ്ധതിയെപ്പറ്റി നിലവിൽ ലഭ്യമായ വിവരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.
നമ്മൾ ഈ പറഞ്ഞതുപോലെ 1500 മുതൽ 1650 വരെ ഉപഗ്രഹങ്ങൾ ഏതാണ്ട് 650 കിലോമീറ്റർ ഉയരത്തിൽ വിക്ഷേപിക്കാനാണ് ഇപ്പോൾ ജിയോ പദ്ധതിയിടുന്നത്. ഇന്ത്യക്ക് മേൽ ഒരു കൂറ്റൻ ഉപഗ്രഹ ശൃംഖല തന്നെ റിലയൻസ് സൃഷ്ടിക്കും. ഇതിനുള്ള പ്രാഥമിക സാങ്കേതിക അനുമതി ഇന്ത്യൻ ബഹിരാകാശ അതോറിറ്റിയായ ഇൻസ്പേസിൽ നിന്ന് കമ്പനി നേടിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ സിഗ്നലുകൾ സ്വീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഇന്ത്യയിലുടനീളം 20 മുതൽ 22 വരെ വലിയ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ റിലയൻസ് സ്ഥാപിക്കും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേബിളുകളോ മൊബൈൽ ടവറുകളോ ഇല്ലാതെ തന്നെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് കണക്ടിവിറ്റി നൽകുന്ന ഡയറക്റ്റ് ടു ഡിവൈസ് സേവനങ്ങളും ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വലിയ വിപ്ലവങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണിത്. ഇത് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി റിലയൻസ് കമ്പനിക്കുണ്ട്. അതായത് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്, ആമസോണിൻ്റെ പ്രോജക്റ്റ് കുയിപ്പർ തുടങ്ങിയ ആഗോള ഭീമന്മാരുടെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് പ്ലാനുകൾക്കൊപ്പം എത്തിയാണ് ഇപ്പോൾ റിലയൻസ് ജിയോയുടെ ഈ മാറ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 10 മുതൽ 15 ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കും ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 95,000 മുതൽ 1,41,500 കോടി രൂപ വരെയാണ് അടുത്ത 2-3 വർഷം കൊണ്ട് നിക്ഷേപിക്കുക കമ്പനി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. സിക്കിമിലെ നാംചി ജില്ലയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലുള്ള തുരങ്കം തകർന്ന് 20 പേർ, മരണം 20ലേക്ക് കടക്കുകയാണ്. കോട്ടയം പാമ്പാടി സ്വദേശി കൂരോത്തുപറമ്പിൽ അനീഷ് മോഹനെക്കുറിച്ച് വിവരമില്ല. ഇദ്ദേഹമടക്കം 5 പേരെക്കുറിച്ചാണ് ഈ വിവരങ്ങൾ ലഭിക്കാനുള്ളത്. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിൻ്റെ മാനേജറാണ് അനീഷ് എന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന്. തെക്കൻ സിക്കിമിലെ സബർ ഡുമിങ്ങിൽ ടീസ്റ്റ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി NHPC നിർമ്മിക്കുന്ന തുരങ്കമാണ് തകർന്നു വീണത്. അണക്കെട്ടിൽ നിന്ന് വൈദ്യുത ഉൽപ്പാദനത്തിനായി വെള്ളമെത്തിക്കാൻ മലകൾ തുറന്നു നിർമ്മിക്കുന്ന കൂറ്റൻ തുരങ്കമാണ് ഇത്. ഇതിനിടയിൽ വാതക ചോർച്ച ഉണ്ടാവുകയും തുടർന്ന് സ്ഫോടനം സംഭവിക്കുകയും മറ്റുമായിരുന്നു. അനീഷ് ഉൾപ്പെടെ ഏതാണ്ട് 25ഓളം തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ 5 പേരാണ് ഇപ്പോൾ കാണാനുള്ളത്. 20 പേർ മരിച്ചു. ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ വന്ദേ ഭാരത് ട്രെയിൻ ലോകത്തിന് മുന്നിൽ വലിയ അഭിമാനമായി മാറിയിട്ട് മാസങ്ങളായി. ഇതിൻ്റെ സൗകര്യങ്ങളും വൃത്തിയുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി അവർ സംരക്ഷിക്കുന്നുമുണ്ട്. ഒരു ജർമ്മൻ സഞ്ചാരി വന്ദേ ഭാരതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത് പാളത്തിലോടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലെന്നാണ്. ട്രെയിനിന് ഈ സഞ്ചാരി നൽകിയ റേറ്റിംഗ് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച പുരോഗതിയാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരണം വരുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ, വിദേശ സഞ്ചാരിയുടെ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പ്രീമിയം സ്ലീപ്പർ കോച്ചിൻ്റെ ഉള്ളറകൾ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ യാത്രയെക്കുറിച്ച് പൊതുവിൽ വിദേശികൾക്കുള്ള ധാരണയെ അപ്പാടെ തിരുത്തുന്നതാണ് ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ. വലിയ സംവിധാനങ്ങളോടെ മനോഹരമായ ക്യാബിനുകളും ഇൻറ്റീരിയറുകളും വൃത്തിയുള്ള ബർത്തുകളും മിന്നിത്തിളങ്ങുന്ന വാഷ്റൂമുകളുമെല്ലാം ഈ വീഡിയോയിൽ കൃത്യമായി തന്നെ ഈ ജർമ്മൻ സഞ്ചാരി വിവരിച്ചിരിക്കുകയാണ്. സൈനികരുടെ, അതുമാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കുമൊക്കെ വന്ദേ ഭാരത് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും ഈ സഞ്ചാരി വല്ലാതെ സംസാരിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണാം. ട്രെയിനിൻ്റെ വാഷ്റൂമുകളും ഒക്കെ നടന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കൃത്യമായി തന്നെ സഞ്ചാരി ഈ ട്രെയിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഡംബര ഹോട്ടൽ മുറിയോടാണ് വന്ദേ ഭാരതിൻ്റെ ബോഗികളെ അദ്ദേഹം താരതമ്യപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും പരമ്പരാഗതമായ ചിന്തകൾ നമ്മുടെ ട്രെയിനുകളെക്കുറിച്ചുള്ളത് മാറ്റി ഇത്തരം ട്രെയിനുകൾ കടന്നു വരുന്നത് നമ്മുടെ റെയിൽ മേഖലയെക്കുറിച്ച് വിദേശികൾക്കുള്ള മനോഭാവം മാറ്റുമെന്നും ഈ സഞ്ചാരി പറഞ്ഞു വെക്കുന്നു. നേരത്തെയും സമാനമായി ഒരു ജർമ്മൻ സഞ്ചാരി ശരിക്കും അമ്പരപ്പിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു യൂട്യൂബർ വ്ളോഗർ കൂടിയായ ജർമ്മൻ സഞ്ചാരി ഇത്തരത്തിൽ വന്ദേ ഭാരതിനെക്കുറിച്ച് വിവരിക്കുന്നത്. അതിനെ തുടർന്ന് വലിയ പ്രശംസയും വലിയ വൈറലുമായിരിക്കുകയാണ് ഈ വീഡിയോ എന്നതും പ്രധാനമാണ്. നേരത്തെ തന്നെ ഈ ലോക ഫുട്ബോൾ സമയത്തുടനീളം അർജന്റീനൻ ടീമിനെതിരെ ഉയർന്ന ഒരു വലിയ വിമർശനം, പ്രത്യേകിച്ച് മെസ്സിക്കെതിരെ ഉയർന്ന ഒരു വിമർശനം, റഫറിങ്ങിൽ ഇവർക്ക് അനുകൂലമായി പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വലിയ ഫൗളുകൾ സംഭവിക്കുമ്പോഴും പ്രധാന മത്സരങ്ങളിലൊക്കെ, ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലായാലും സെമി ഫൈനലിലായാലും ഈവൻ ഫൈനലിലായാലും ഒക്കെ പോലും അർജന്റീനയ്ക്കെതിരെ തീരുമാനമെടുക്കാൻ റഫറിമാർ മടിക്കുന്നു എന്നുള്ള ആരോപണം വലുതായിരുന്നു. ഇവിടെയാണ് സ്റ്റേഡിയത്തിൽ ഇതിനു ശേഷം വലിയ കയ്യാങ്കളി അർജന്റീൻ ടീം തോറ്റതിനു ശേഷം ഉണ്ടായത്. വലിയ വിമർശനം കായിക ലോകത്ത് ശക്തമായിരുന്നു. റഫറിയുടെയും വാറിൻ്റെയും തീരുമാനങ്ങൾ അർജന്റീനയ്ക്ക് അനുകൂലമായിരുന്നുവെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ വീണ്ടും സൈബറിടങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുകയാണ്. അത് മാത്രമല്ല, ഫിഫയുടെ വഴിവിട്ട സഹായത്തോടെയാണ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയത് എന്നാരോപിക്കുന്ന ഒരു വീഡിയോ
ചെയ്തു. ഒരു വീഡിയോ പ്രചരിച്ചു. അത് ക്രിസ്ത്യൻ റൊണാൾഡോയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് അതിന് ലൈക്ക് വീണതാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സ്പാനിഷ് TV ഷോയായ എസ്പെജോ പബ്ലിക്കോയിലെ മാധ്യമപ്രവർത്തക പിലാർ റോഡ്രിഗസ് ലൊസാൻഡോസിൻ്റെ റീലിലാണ് റോണോയുടെ ലൈക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഈ റീൽ വൈറലായതോടെ സംഭവം വലിയ ചർച്ചയാവുകയും തൊട്ടു പിന്നാലെ റൊണാൾഡോ അക്കൗണ്ടിൽ നിന്ന് ഈ ലൈക്ക് നീക്കം ചെയ്യുകയും മറ്റും ചെയ്തു. എങ്കിലും ലൈക്കിൻ്റെ സ്ക്രീൻഷോട്ടുകൾ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ സ്ക്രീൻഷോട്ടുകൾ ഇതിനകം വലിയ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. ഫിഫയെയും അർജന്റീനയും രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു റീലിലെ വാക്കുകൾ. 5 മത്സരങ്ങൾക്ക് മുൻപെങ്കിലും പുറത്തു പോകേണ്ട ടീമായിരുന്നു അർജന്റീന എന്നാണ് ഈ വിമർശനമുള്ളത്. ഭൂമിയിലെ ഏറ്റവും വലിയ അഴിമതി സ്ഥാപനങ്ങളൊന്നാണ് ഫിഫ എന്നാണ് ഈ വീഡിയോയിൽ വിമർശിക്കുന്നത്. അത് മാത്രമല്ല, ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോയെ കൂടിയാണ് ഫൈനലിൽ സ്പെയിൻ നേരിട്ടത് എന്നായിരുന്നു ഈ വീഡിയോയിൽ വിമർശനം ഉയർന്നത്. സ്പെയിനോട് തോറ്റ അർജന്റീന പുറത്തായി, കിരീടം നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ നേരത്തെ തന്നെ നമുക്കറിയാം റൊണാൾഡോയും ഒപ്പം മെസ്സിയും അത്ര സുഖമുള്ള ബന്ധത്തിലല്ല. പലപ്പോഴും റൊണാൾഡോയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മെസ്സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് റൊണാൾഡോയും മറുപടി പറയാറില്ല. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹോളിവുഡ് സിനിമാ ലോകത്ത് വീണ്ടും നോളൻ എഫക്റ്റ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നോളനുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ സിനിമ ബോക്സ് ഓഫീസുകളിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ബ്രഹ്മാണ്ഡ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾക്ക് കാരണമായിരിക്കുന്നു. സിനിമാ ലോകത്തെ ദി ഒഡീസി ചരിത്രം രചിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രശസ്തമായ ഗ്രീക്ക് ഇതിഹാസ കാവ്യത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം റിലീസിനെത്തിയ ആദ്യ വാരാന്ത്യത്തിൽ തന്നെ ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾ ഭേദിച്ചു. ഗ്രാഫിക്സ് പരമാവധി ഒഴുക്കി യഥാർത്ഥ ദൃശ്യാനുഭവം സമ്മാനിക്കാൻ നോളൻ ഒരിക്കൽ കൂടി ശ്രമിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഈ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. തിയേറ്ററുകളിലെത്തിയ ആദ്യ പ്രദർശനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. വെള്ളി മുതൽ ഞായർ വരെയുള്ള ആദ്യ 3 ദിവസങ്ങളിൽ നിന്ന് മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയ കണക്ക് ഏതാണ്ട് $264 ബില്യൺ, 2546 കോടി രൂപയാണ് എന്നത് ഓർക്കണം. നമ്മുടെ ഏറ്റവും അധികം കളക്ഷൻ ലഭിച്ച ബാഹുബലി പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ദുരന്തർ പോലെയുള്ള സിനിമകൾക്ക് പോലും 2000 കോടി രൂപയിൽ താഴെയായിരുന്നു ടോട്ടൽ കളക്ഷൻ. പക്ഷേ 3 ദിവസം കൊണ്ട് നോളൻ ചിത്രം നേടിയത് 2546 കോടി രൂപയാണ്. ഈ കളക്ഷൻ കൊണ്ട് മാത്രം സിനിമയുടെ നിർമ്മാണ ചെലവ് ഏതാണ്ട് പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. 2411 കോടിയായിരുന്നു നിർമ്മാണ ചെലവ്. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് മാത്രം നോളൻ സിനിമ നിർമ്മാണ ചെലവ് തിരിച്ചുപിടിച്ചു. ഇനിയുള്ള കളക്ഷനൊക്കെ ചിത്രവുമായി ബന്ധപ്പെട്ട് വമ്പൻ ഹിറ്റുകളായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, സിനിമയുടെ നിർമ്മാതാവ് നോളൻ്റെ ഭാര്യ ഒപ്പം പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായ ഭാര്യയാണ് എന്ന് കൂടി ഓർക്കണം. യഥാർത്ഥ എഫക്റ്റുകളും യഥാർത്ഥ ലൊക്കേഷനുകളും ഉപയോഗിച്ച് പൂർണ്ണമായും ഐമാക്സ് ക്യാമറകൾ ചിത്രീകരിച്ച സിനിമ ദൃശ്യവിസ്മയമായി മാറുകയാണ്. ഒഡീസിയായി വേഷമിട്ട മാറ്റ് ഡാമിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി മാറുന്ന പശ്ചാത്തലവും ഉണ്ട്. നമുക്കറിയാം 2025 ലോകകപ്പിൽ ടീമിൽ സഞ്ജുവിൻ്റെ സാന്നിധ്യം ആദ്യഘട്ടത്തിലൊക്കെ വല്ലാതെ ഇല്ലായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. സഞ്ജു ആദ്യ മത്സരങ്ങളൊന്നും കളിക്കാതെ വന്നപ്പോൾ ലോകകപ്പ് ടീമിൽ എന്തിനാണ് സഞ്ജുവിനെ എടുത്തത് എന്ന ആരാധകരുടെയൊക്കെ ചോദ്യം വന്നു. ഇതിനുള്ള കാരണം കൂടി സഞ്ജു വ്യക്തമാക്കുകയാണ്. സഞ്ജു പറയുന്നത് ഇഷാൻ കിഷൻ്റെ വരവോടെ ഞാൻ പിന്തള്ളപ്പെട്ടു എന്നാണ്. ലോകകപ്പ് ടീമിൽ തഴയപ്പെട്ടതിനെക്കുറിച്ചുള്ള സഞ്ജുവിൻ്റെ പ്രതികരണത്തിലാണ് ഇത് പ്രധാനമായും തിരിച്ചു വന്നത്. ഇന്ത്യൻ പ്ലേയിങ് 11-ൽ അവസരം നഷ്ടപ്പെടാനുള്ള സാഹചര്യം പ്രധാനമായും ഇഷാൻ കിഷൻ്റെ ഉഗ്രൻ പ്രകടനമാണ്. അത് മാത്രമല്ല, ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം പ്രകടനവും അതിന് പ്രധാനമായി. പക്ഷേ ഇഷാൻ കിഷൻ തകർപ്പൻ ഫോമിൽ കളിച്ചു. തൻ്റെ ലോക പ്രതീക്ഷകളെ അത് ബാധിച്ചു. 24, 6, 6, 10 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിൻ്റെ ന്യൂസിലൻഡിനെതിരായ 5 മത്സര പരമ്പരയിലെ സ്കോറുകൾ. ഈ ഘട്ടത്തിലേക്ക് ടീമിലേക്ക് തിരിച്ചെത്തിയ ഇഷാൻ കിഷൻ മികച്ച പ്രകടനം പുറത്തെടുത്തോടെ താൻ പിന്തള്ളപ്പെട്ടുവെന്ന് മനസ്സിലായി എന്നാണ് സഞ്ജു പറയുന്നത്. വളരെ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിനെ ഒറ്റയ്ക്ക് ജയിപ്പിച്ചാണ് ഇഷാൻ കിഷൻ ടീമിലേക്ക് എത്തിയത്. അവിടെ വേറൊരു ലെവലിലാണ് ബാറ്റ് ചെയ്തത്. അങ്ങനെ ഇഷാൻ തനിക്ക് മുകളിലേക്ക് ഉയർന്നു വരുന്നത് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഫോമിലുള്ള ഒരു താരത്തെയാണ് ആ സമയത്ത് ആവശ്യമുള്ളതെന്നും ആ യാഥാർത്ഥ്യം താൻ അക്സെപ്റ്റ് ചെയ്തു എന്നുമാണ് പ്രധാനമായും സഞ്ജു പറയുന്നത്. നമുക്കറിയാം, ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ലോകകപ്പ് സമാപനമായപ്പോഴും കാൽപന്തിൻ്റെ ആവേശ ലഹരി കെട്ടടങ്ങുന്നില്ല. ഫിഫ അംഗീകരിച്ച ഏക ഫുട്ബോൾ ലിക്വർ ഇപ്പോൾ വലിയ കൗതുകമാവുകയാണ്. അമേരിക്കയിൽ നിന്നും പ്രതാപ് ജയലക്ഷ്മി തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു കൗതുകമാണ് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും ഇത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. സ്വാഭാവികമായി നമുക്കറിയാം, വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഡ്രിങ്ക് ഏതെന്ന് ചോദിച്ചാൽ, മദ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. ഇതൊരു ഫുട്ബോളാണ്. പക്ഷേ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുട്ബോളിൻ്റെ ഷേപ്പിലുള്ള ഒരു 1 ലിറ്റർ ചക്കീല. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഈ ചക്കീല എന്താണെന്ന്. അതാണ് ഈ കാണുന്നത്. ഞാൻ ഈ സ്റ്റോറിൽ വന്നപ്പോൾ ഇവിടെ ഫുട്ബോൾ ഇരിക്കുന്ന എന്നാന്ന് മനസ്സിലാകാതെ നോക്കിയിട്ടാണ് മനസ്സിലായത്. ഇത് നമ്മുടെ സ്കോർ എന്ന് പറയുന്ന ഒരു ടക്കീല ബോട്ടിലാണ്. Basically it represents the World Cup across US, Mexico and Canada, and it's made from pure blue agave, and this is made in Mexico. So അപ്പോൾ നമുക്ക് വളരെ കൗതുകമായി തോന്നുന്ന ഒരു നല്ലൊരു ഡിസൈനാണ്. എങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഈവൻറ്റ് കൊണ്ട് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിൾ കൂടിയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ എങ്ങനെയാണ് ആൽക്കഹോളിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സോക്കറുമായി ബന്ധപ്പെട്ട് ഒരു സോക്കർ ലിക്വർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് വളരെ കൗതുകമുള്ള ഒരു ബോക്സാണ്. കണ്ടാൽ ഫുട്ബോൾ പോലെ തന്നെ ഇരിക്കും. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന 3 രാജ്യങ്ങളുടെ കൂടിയെല്ലാമുള്ള ഫിഫയുടെ ഔദ്യോഗിക മുദ്രയോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ലിക്വറാണ് ഇത്. ഗ്ലാസ്സാണ്. ഇത് ഫുട്ബോളല്ല, ഇത് ഗ്ലാസ്സാണ്. ഇതൊന്ന് എടുക്കാമോ? ഇതിൻ്റെ ഈ ഫുട്ബോൾ ഇങ്ങനെ തിരിച്ചാൽ ഇവിടെയാണ് ബോട്ടിലിൻ്റെ ടപ്പ് വരുന്നത്. തുറക്കാൻ പറ്റില്ല, ലോക്ക്ഡൗൺ അല്ലേ. ഇത് തുറന്നാൽ ഇതിൽ നിന്നാണ് ലിക്വർ, സോക്കറിൻ്റെ മുദ്ര. ഫിഫ ഔദ്യോഗികമായി അംഗീകരിച്ച ഏക ഡ്രിങ്കാണ് ഫുട്ബോൾ ഡ്രിങ്ക്. ഇതിൻ്റെ വിലയും കൂടെ അറിയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കൗതുകം. ഇതിൻ്റെ വില അവർ എഴുതിയിരിക്കുന്നത് $99 എന്ന് പറയുമ്പം $100 എന്ന് കൂട്ടാം. 99.99 $100 എന്ന് പറയുമ്പം ഇന്ത്യൻ മണി ഏകദേശം 9400 രൂപ ആണ്. കൗതുകമുള്ള ഫുട്ബോൾ കാഴ്ചകളിൽ ഈ ഒരു കാഴ്ചയും കൂടെ ഒരുപാട് മദ്യം കഴിക്കുന്ന മലയാളിക്ക് ഒരു കൗതുകമായിരിക്കും. ഓരോ പ്രോഡക്റ്റും ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇവരുടെ ലക്ഷ്യം ഈ മദ്യം വിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് പലരും ഇത് വാങ്ങുന്നത് മദ്യപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് വേൾഡ് കപ്പിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതെ, ഓർമ്മകൾ എന്നും നിലനിൽക്കട്ടെ. ന്യൂയോർക്കിൽ നിന്നും ന്യൂസ് 18 കേരളത്തിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി. ഇടവേള. Champions are in the arena. Rise from the streets. Remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളും നിയമക്കുരുക്കുകളും ഒഴിവാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. വ്യക്തികളുടെ സാമ്പത്തിക അടയാളമായി നിലകൊള്ളുന്ന പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ് സ്വന്തമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിനായി അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആധാർ കാർഡ് പൂർണ്ണമായും നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മറ്റ് ഔദ്യോഗിക രേഖകൾ ഉപയോഗിച്ച് പാൻ കാർഡ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇനി മുതൽ അതിന് സാധ്യതയില്ല. നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും ഒരേ വ്യക്തി തന്നെ ഒന്നിലധികം
കോടിയിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ച് നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനുമാണ് സർക്കാർ ഈ കടുത്ത തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആധാർ വിവരങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെടുന്ന അപേക്ഷകൾ മാത്രമേ ഇനി മുതൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ പുതിയ പരിഷ്കാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പേരുകളിലും മറ്റ് വ്യക്തിഗത വിവരങ്ങളിലുമുള്ള കൃത്യതയാണ്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ വീണ്ടും വിശദീകരണവുമായി എം സ്വരാജ്. വാരാന്ത പതിപ്പ് വൈകിയത് സാങ്കേതിക കാരണങ്ങളാലാണ്. ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു. വാരാന്ത പതിപ്പ് എഡിറ്റർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. പത്രത്തിൽ എല്ലാ ലേഖനങ്ങളും കൊടുക്കണമെന്നില്ല. വാരാന്ത പതിപ്പിന്റെ ഇപ്പോഴത്തെ ചുമതല ആർക്കെന്ന ചോദ്യത്തോട് അത് ദേശാഭിമാനിയുടെ ആഭ്യന്തര കാര്യമെന്നാണ് മറുപടി. ഇത് സംബന്ധിച്ചൊരു നാടകകാരനെ സംബന്ധിച്ച ലേഖനം ഞങ്ങളുടെ മുൻപിലുള്ള വിഷയമേ അല്ല. സാധാരണ ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് ഇറങ്ങുമ്പോൾ ആദ്യ പേജിൽ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ടാവും. ബാക്കി മറ്റ് സ്ഥിരം പങ്ക്തികളും മറ്റു കാര്യങ്ങളുമാണ് ഉണ്ടാവുക. എന്നാൽ VSന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൽ VSന്റെ സംബന്ധിച്ചിട്ടുള്ള അനുസ്മരണം തന്നെ ആയിരിക്കണം മുഖ്യ ഇനമെന്ന് തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ആദ്യ പേജ് അങ്ങനെ തന്നെ തയ്യാറാക്കി. എഡിറ്റോറിയൽ തീരുമാനിച്ചു ആദ്യ പേജ് മാത്രം പോരാ, അവസാന പേജും ഇത് ആദ്യ ചരമവാർഷികമായതുകൊണ്ട് VS തന്നെ ആയിരിക്കണം. അവിടെ മറ്റൊന്നും ബാധകമല്ല. ഞങ്ങൾ അങ്ങനെ തന്നെ തയ്യാറാക്കി. അതൊരു ദിവസം വൈകിയത് ഈ പറഞ്ഞ സാങ്കേതിക കാരണം കൊണ്ട് തന്നെയാണ്, മറ്റൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ദേശാഭിമാനിക്കകത്ത് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ജീവനക്കാരൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്താ കാര്യം? അങ്ങനെ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആ ചോദ്യത്തിന് മറുപടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തർക്കത്തിൽ അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ ശ്വേത ആത്മാർത്ഥമായി നിലകൊള്ളുമോ എന്ന് സംവിധായകൻ വിനയൻ. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മയിലെ ആരും പിന്തുണച്ച് കണ്ടിട്ടില്ല. അന്വേഷണം പുനരാരംഭിക്കാൻ സർക്കാരോട് ആവശ്യപ്പെടുമോ എന്നും വിനയൻ ചോദിച്ചു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ഈ വിഷയത്തിൽ ഇപ്പോൾ വിനയന്റെ പ്രതികരണം ഒരുപക്ഷെ ആദ്യമായിരിക്കാം. ഇന്നലെ ശ്വേതാ മേനോൻ പറഞ്ഞത് നേരത്തെ ഈ ആരോപണ വിധേയരായ ആരും താനുള്ള കാലത്തോളം തലപ്പത്ത് വരില്ല എന്നുള്ളതാണ്. അതിന് മലാപാർവതിയുടെ മറുപടിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിനയൻ പറഞ്ഞു വെക്കുന്ന എന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, വിനയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ശ്വേതാ മേനോനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ പറയുന്നത്, കഴിഞ്ഞ ദിവസം പോരാട്ടത്തെ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണം നേരിടുന്ന പവർ ഗ്രൂപ്പിനോട് താൻ ഇവിടെ ഉള്ളിടത്തോളം അവർ അമ്മയുടെ തലപ്പത്തേക്ക് വരില്ല, ഈ പവർ ഗ്രൂപ്പിലുള്ളവർ അമ്മയുടെ തലപ്പത്തേക്ക് വരില്ല എന്നായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു നിലപാട് ശ്വേതാ മേനോൻ എടുക്കുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാണ് ആദ്യം വിനയൻ പറയുന്നത്. അതിനുശേഷം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അമ്മയിൽ വന്നതിന് ശേഷം ഈ ഹേമ കമ്മിറ്റിയെ പിന്തുണച്ച് ആരും തന്നെ രംഗത്ത് വന്നതായി കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റിയിലെ ചില പേജുകൾ 141 മുതൽ 44 വരെയുള്ള പേജുകളിലാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പരാമർശമൊക്കെ ഉള്ളത്? അതെന്തുകൊണ്ട് പുറത്തുവിടണമെന്ന് അമ്മ സംഘടനയിലുള്ള ആളുകളോ ശ്വേതാ മേനോനോ ചോദിക്കുന്നില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഒപ്പം ഇത് പറയുന്നത് ഈ പവർ ഗ്രൂപ്പിനെ തലപ്പത്തേക്ക് വരില്ല എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം ശ്വേതാ മേനോൻ ഉന്നയിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പേജുകളിൽ പറയുന്ന പവർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണെന്ന് പുറത്ത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുകൂടിയാണ് വിനയൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ 12 വർഷം സിനിമയിലെ തന്റെ കരിയറും ബ്ലോക്ക് ചെയ്തതും മഹാനടൻ തിലകൻ ചേട്ടനെ ഉൾപ്പെടെ വിലക്കിയതും സിനിമയിലെ ഇതേ പവർ ഗ്രൂപ്പ് തന്നെയാണ്. അവരുടെ പേരുകൾ പരാമർശിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പറയാൻ ശ്വേതയ്ക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ തന്നെയാണ് ഈ വിനയൻ ചോദിക്കുന്നത്. അതിന്റെ നടപടികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള നടപടികളൊക്കെ തടഞ്ഞതും ഈ പവർ ഗ്രൂപ്പും അതോടൊപ്പം തന്നെയുള്ള സംഘടനയിലെ തന്നെ ആളുകൾ തന്നെയല്ലേ എന്നുകൂടിയാണ് വിനയൻ ചോദിച്ചു വെക്കുന്നത്. ശരി രഞ്ജിത്ത്, നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു മതക്കാരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താൻ ഉള്ള ചട്ടം സുപ്രീം കോടതി തിരുത്തിയാൽ മാത്രമേ വഖഫ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകൂവെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാനും മുതിർന്ന CPM നേതാവുമായ TK ഹംസ മറ്റു മതക്കാരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് പോലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ദേവസ്വം ക്ഷേത്ര ഭരണ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും TK ഹംസ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇത് നോമിനേറ്റ് ചെയ്യാനും കമ്മിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ഈ പ്രശ്നം ഹൈക്കോടതിയിൽ പെൻഡിങ് ആയതുകൊണ്ടാണ് ആ 2 പോസ്റ്റ് ഫില്ലപ്പ് ചെയ്യാതെ പുനഃസംഘടിപ്പിച്ച പിണറായി ഗവൺമെൻറ്. കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മറ്റേ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പുനഃസംഘടിപ്പിക്കണമല്ലോ.
ആ സമയത്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭേദഗതി നിയമം വരുന്നത്. ആ നിയമത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമം. മുസ്ലിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന, ദാനം ചെയ്ത സമ്പത്ത് സംരക്ഷിക്കുന്ന ബോർഡാണല്ലോ വഖഫ് ബോർഡ്. അതിൽ 2 അമുസ്ലിമുകൾ കയറണം എന്നത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ആ ഒരു മതേതരത്വം മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയെ തകർക്കാനും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കം കുറേയായി കേന്ദ്രത്തിൽ BJP തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമാണിത്. എന്നാൽ പിന്നെ ദേവസ്വം ബോർഡിൽ എന്താ 2 മുസ്ലിം ഇല്ലാത്ത? അതിൽ ക്രിസ്ത്യാനിൻ്റെ കൂടെ ദേവസ്വം ബോർഡിൻ്റെ സമ്പത്തല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. പെട്ടതാണ്. കോടതി എന്താ വെച്ചാൽ പറയട്ടെ. ഇപ്പം ഞാൻ പറയാം, രാമക്ഷേത്രത്തിൽ വലിയ അഴിമതി നടന്നു പറഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ എന്താ TK ഹംസനെ ഒന്ന് എടുത്താൽ, വഖഫ് ബോർഡിൽ 2 അമുസ്ലിമിനെ എടുക്കണമെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൽ മുസ്ലിമിനെ എടുക്കാനോ? അവർ കക്കണ്ടി നമ്മൾ കണ്ടുപിടിക്കും. നമ്മളെ കളവ് കണ്ടുപിടിക്കാനാണ് ഇവർ 2 ആൾ വെക്കണമെന്നാണ് അതിൻ്റെ ഇത് വിചാരം. അതാ ഈ വഖഫ് ബോർഡിൽ മറ്റ് സമുദായത്തിലെ മെമ്പർമാരെ കയറ്റണം എന്ന് ദുരുദ്ദേശപരമാണ്. അത് സ്വീകാര്യമല്ല എന്ന് സുപ്രീം കോടതി വിധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോഴേ പരിഹാരമാവുള്ളൂ. വഖഫ് വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്ത സുപ്രീം കോടതി ഉത്തരവ് ആശ്വാസകരമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സുപ്രീം കോടതിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ നയം മാറ്റം റിട്ടു ഹർജികളെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്നതാണെന്നും ന്യൂനപക്ഷ താൽപ്പര്യങ്ങൾ ബലികഴിക്കുന്നതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പ്രധാന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. കൊച്ചി ഞാറക്കലിൽ ദമ്പതികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിപ്പറമ്പിൽ വീട്ടിൽ സജീവൻ, ഭാര്യ സബിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ തന്നെയാണ്. 2 മാസം മുൻപും ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്ന വിവരങ്ങൾ കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. നവമി ദിനേശ് ചേരുന്ന. നവമി, എന്താണ് സംഭവിച്ചത്? എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം? രഞ്ജിത്ത്, 1 വർഷം മുൻപാണ് അവരുടെ മകൻ മരിച്ചത്. ഇതിനെ തുടർന്ന് വലിയ ദുഃഖത്തിലായിരുന്നു ഈ കുടുംബം. പലതവണയും ഇതിനു മുൻപും 1 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് ഈ ദമ്പതികൾ എന്നാണ് പോലീസ് പറയുന്നത്. കളത്തിൽപ്പറമ്പിൽ വീട്ടിൽ സജീവൻ, ഭാര്യ സബിത, 70ഉം 63ഉം വയസ്സുള്ള 2 പേരാണ്. ഇവരാണ് ഇന്ന് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ, ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള ആളുകൾ ഇത് ഈ കുറേ സമയമായിട്ടും പുറത്തേക്ക് വരാത്തത് കണ്ട് നാട്ടുകാർ സംശയം തോന്നുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. വീട്ടിലേക്ക് വന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ 2 പേരെയും കണ്ടെത്തിയത്. എന്തായാലും പോലീസ് വിശദമായൊരു അന്വേഷണം നടത്തുന്നുണ്ട്. 1 വർഷം മുൻപാണ് ഇവരുടെ മകൻ മരിച്ചത്. അതിനുശേഷം വലിയ മാനസിക വിഷമത്തിലായിരുന്നു ഇരുവരും എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾ, ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് മകന്റെ മരണവും തന്നെയാണോ കാരണം, അതോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടിയിരുന്നോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കുടുംബത്തിൽ ദമ്പതികളെയാണ് ഇന്ന് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി. ഇടുക്കി മൂന്നാറിൽ തെരുവ് നായ ഭീതിയിൽ വലഞ്ഞ് സെൻസസ് ഡ്യൂട്ടി അധ്യാപകർ. വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്നതിനിടെ വളർത്തുനായ്ക്കളുടെ ആക്രമണ ഭീഷണിയും പ്രതിസന്ധിയാക്കുന്നുണ്ട്. നിശ്ചയിച്ചിലധികം വീടുകളുടെ ചുമതലയും ഡ്യൂട്ടി ദുഷ്കരമാക്കുന്നുവെന്നാണ് എന്യൂമറേറ്റർമാരുടെ ആരോപണം. മൂന്നാറിൽ സെൻസസ് വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട അധ്യാപകരാണ് കടുത്ത ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. നായ്ക്കളുടെ ശല്യം മൂലം വീടുകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ചില വീടുകളിൽ നായ്ക്കളെ അഴിച്ചുവിട്ട അവസ്ഥയിലായതിനാൽ വിവരശേഖരണം പൂർത്തിയാക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നാണ് പരാതി. எங்களுக்கு இந்த எனுமரேட்டர்மாருக்கு கொஞ்சம் புத்திமுட்டெல்லாம் இருக்குது. என்ன அப்படின்னா போகிற இடங்கள்லாம் நாய்களோட தொந்தரவு ரொம்ப அதிகமாக இருக்குது. எனக்கே நாய்க்கடி கிடைச்சது ஃபர்ஸ்ட் நாளே. அதே மாதிரி நிறைய என்னோட கூட இதாகக்கூடிய எனுமரேட்டர்ஸ்மாருக்கும் நிறைய பேருக்கு இந்த பாதிப்பெல்லாம் இருக்குது. அப்போ வீடுகளில் இருக்கக்கூடிய நாய்கள்லாம் ஒன்று பாதுகாப்பாக அதை கெட்டி போட்டு இந்த வரக்கூடிய ഡ്യൂട്ടിക്ക് വരக்கூடிய എന്യൂമറേറ്റർക്ക് ഒന്ന് സപ്പോർട്ടാக இருந்தாൽ അത് ரொம்ப ഹെൽപ്പാக இருக்கும் എங்களுக்கு இந்த ഡ്യൂട്ടിയെ கொஞ்சம் முடிக்கிறதுக்கு. സെൻസസ് ഡ്യൂട്ടിയുടെ ജോലിഭാരവും അധ്യാപകരെ വലയ്ക്കുകയാണ്. ഒരാൾക്ക് പരമാവധി 200 വീടുകളുടെ ചുമതലയെന്ന മാനദണ്ഡം നിലനിൽക്കുമ്പോഴും ചിലർക്ക് 375 വീടുകളിൽ വരെ വിവരശേഖരണം നടത്തേണ്ടി വരുന്നുവെന്നാണ് ആരോപണം. രാവിലെ സ്കൂളിലെ അധ്യാപനവും വൈകുന്നേരങ്ങളിൽ സെൻസസ് ജോലിയും ഒരുമിച്ച് നിർവഹിക്കേണ്ട സാഹചര്യം വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും ബാധിക്കുമെന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ. ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തന അധ്യാപകന് ആദ്യ ദിവസം തന്നെ നായയുടെ കടിയേൽക്കുകയും രാത്രി 12 മണി വരെ ആശുപത്രിയിൽ ചെന്നിരിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നായകളെ ശല്യം കുറയ്ക്കുന്നതിനുള്ള നടപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. ജോലിഭാരത്തിനൊപ്പം തെരുവുനായ്ക്കൾ ഉയർത്തുന്ന ഭീഷണിയും സെൻസസ് പൂർത്തീകരണം പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിന് പുറമെ കട്ടപ്പന, കല്യാണത്തണ്ട് മലനിരകളിലും ഇനി കുറിഞ്ഞി വസന്തം. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ടിലും സമീപ മേഖലയിലും പൂവിട്ട് തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഈ കുറിഞ്ഞി വസന്തം കാഴ്ചയുടെ വിരുന്നൊരുക്കും. കട്ടപ്പന, കല്യാണത്തണ്ട് മലനിരകൾ, നിർമ്മല സിറ്റി കല്യാണത്തണ്ട് മേഖലകൾ, വാഴവര, കാൽവരിമൗണ്ട് മേഖലകളിലെ പുൽമേടുകൾ എന്നിവിടങ്ങളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന നിറമുള്ള പുഷ്പങ്ങളാൽ നിറയും. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാവുമ്പോൾ കല്യാണത്തണ്ട് ഒരു സ്വർഗീയ പ്രതീതിയാവും സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലാണ് കുറിഞ്ഞികൾ പൂവിട്ട് തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യം മേഖലയിലുള്ളതിനാൽ സഞ്ചാരികൾക്ക് അപകട ഭീഷണിയുണ്ട്. ഇതോടൊപ്പം നിർമ്മല സിറ്റി കല്യാണത്തണ്ട് മലനിരകളിലും മേട്ടുകുറിഞ്ഞികൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പൂവിട്ട് തുടങ്ങും. കുറിഞ്ഞി വസന്തം കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ വാഴവര കൗന്തിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിർമ്മല സിറ്റിയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നിർമ്മല സിറ്റി നിറച്ചുണ്ട്, ഒരു 2 ആഴ്ചയ്ക്ക് അവിടെ നിറച്ച് പോവാം. ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ മഞ്ഞിറങ്ങും. പിന്നെ ഇവിടെ ആനത്താരകളുണ്ട്. ഇടുക്കിയിലെ കോടമഞ്ഞും തണുപ്പും ആസ്വദിക്കുവാൻ കല്യാണത്തണ്ടിലേക്ക് നിരവധി ആളുകൾ എത്താറുണ്ട്. കുറിഞ്ഞികൾ കൂടി പൂവിടുന്നതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാകും ഉണ്ടാകുക. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പാറശാല നെടിയാൻകോട് വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവാണ് പിടിച്ചത്. കാർ ആണ് കഞ്ചാവ് കടത്തിയത്. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, വിവരങ്ങൾ. രഞ്ജിത്ത്, ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം. രാത്രി 10:30 പാറശാല എസ് ഐ ഡീനു ശിവന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പറയുന്ന 10 കിലോളം വരുന്ന കഞ്ചാവ് പിടികൂടുന്നത്. ഇവർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പെട്രോൾ ശക്തമാക്കിയിരുന്നു. കാരക്കുളം ഭാഗത്ത് നിന്ന്, അതായത് കേരള തമിഴ്നാട് അതിർത്തിയായ കാരക്കുളം ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതായിരുന്നു ഇവർക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരം. തുടർന്ന് പോലീസ് വരവിരിച്ച് കാത്തുനിന്നെങ്കിലും കാറിൽ സംഘം എത്തുകയായിരുന്നു. പോലീസിനെ കണ്ട് ഇവർ കാർ വെച്ചിട്ട് കടന്നു കളയുകയും ഒപ്പം കയ്യിലുണ്ടായിരുന്ന കഞ്ചാവ് പൊതി ഉപേക്ഷിച്ചായിരുന്നു ഇവർ കടന്നു കളഞ്ഞത്. പോലീസ് ഇവരെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വിധത്തിൽ ഇവർ കടന്നു കളയുകയായിരുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ ഉപേക്ഷിച്ച 7 ചെറുപൊതികളിലായി സൂക്ഷിച്ചിരുന്ന 10.5 കിലോളം കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും കാർ നമ്പറും ഒപ്പം മറ്റു CCTV ഒക്കെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായി പാറശാല പോലീസ് പറഞ്ഞിട്ടുണ്ട്. ശരി അരുൺ. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.